Hi dear students, the next topic we are going to discuss is a priori algorithm. That is the first algorithm under the association rule mining. A priori algorithm means it's a basic algorithm we are used to for finding the frequent item set. Frequent item set കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് അൽഗോരിതമാണ് എ പ്രയോറി അൽഗോരിതം. ഈ എ പ്രയോറി എന്ന് പറയുന്ന നെയിം വരാൻ കാരണം ഇവിടെ ഓരോ സ്റ്റെപ്പിലും ഇതിന് മുമ്പേ ഉള്ള സ്റ്റെപ്സിൻ്റെ നോളജും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് പ്രയോർ നോളജും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എ പ്രയോറി അൽഗോരിതം എന്നുള്ള പേര് വരാനായിട്ടുള്ള കാരണം. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് എൽ കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൽ കെ മീൻസ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻറ്റ് കെ ഐറ്റം സെറ്റ്. സെറ്റ് ഓഫ് ഫ്രീക്വൻറ്റ് കെ ഐറ്റം സെറ്റ്, അതായത് കെ ഐറ്റംസ് ഉള്ള സെറ്റ് അത് ഫ്രീക്വൻ്റ് ആയിരിക്കും. അതിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എൽ കെ എന്ന് പറയുന്നത്. അപ്പോൾ എൽ വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൽ വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു സെറ്റാണ്. അതിനകത്ത് കുറേ സെറ്റുകൾ കാണും. ഫോർ എക്സാമ്പിൾ എ, ബി, സി. ഈ പറഞ്ഞ എ ബി സിക്കകത്തെല്ലാം ഒരു ഐറ്റമേ കാണും, അത് ഫ്രീക്വൻ്റ് ആയിരിക്കും, ഇല്ലേ? എ ബി സി ഓരോ ഐറ്റംസ് ഉണ്ട്, അതെല്ലാം ഫ്രീക്വൻ്റ് ആണ്. അതിൻ്റെ ഒരു സെറ്റിനാണ് നമ്മൾ എൽ വൺ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എൽ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് ഈസ് ഓൾസോ എ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 ഐറ്റം സെറ്റ്. ഇതിനകത്ത് 2 ഐറ്റം സെറ്റ് ആയിരിക്കും ഉള്ളത്. എൽ ടുവിനകത്തുള്ളത് അതിനകത്ത് കുറേ സെറ്റുകൾ കാണും, അതെല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കും. അതിൽ 2 ഐറ്റംസ് വെച്ചായിരിക്കും കാണുന്നത്. ഈ പറഞ്ഞ എൽ ടു എന്ന് പറയുന്നത് നമ്മൾ എൽ വണ്ണിൽ നിന്നായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പ്രയോർ നോളജ്. എൽ ടു ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എൽ വണ്ണിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്ത നോളജ് നമ്മൾ യൂസ് ചെയ്യും. അതാണ് പ്രയോർ നോളജ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എ പ്രയോറി അൽഗോരിതം എന്ന് പറയുന്നത്. So here the name of the algorithm is based on the fact that the algorithm uses prior knowledge of the frequent item properties. Prior knowledge use ചെയ്യുന്നുണ്ട്. Then it employs an iterative approach known as level-wise search, where k item sets are used to explore k plus 1 item set. അതായത് കെ ഐറ്റം സെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും കെ പ്ലസ് 1 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, എൽ ടു എന്ന് പറയുന്നത് അതിനകത്തുള്ളതിന് 2 ഐറ്റംസ് ഉള്ള സെറ്റായിരിക്കും. അത് എൽ വണ്ണിൽ നിന്നായിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. എൽ വൺ എന്ന് പറയുന്നത് 1 ഐറ്റം സെറ്റായിരിക്കും. അതായത് 1 ഐറ്റം സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ 2 ഐറ്റം സെറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് കെ ഐറ്റം സെറ്റ് ആർ യൂസ്ഡ് ടു എക്സ്പ്ലോസ് കെ പ്ലസ് 1 ഐറ്റം സെറ്റ്. സോ ഹിയർ ഫസ്റ്റ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻറ്റ് 1 ഐറ്റം സെറ്റ് ഈസ് ഫൗണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എൽ വൺ. ആദ്യം നമ്മൾ എൽ വൺ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. എൽ വൺ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഫ്രീക്വൻറ്റ് 1 ഐറ്റം സെറ്റ്. ഒരു ഐറ്റം മാത്രമേ കാണത്തുള്ളൂ, അത് ഫ്രീക്വൻ്റ് ആയിരിക്കും. അതിൻ്റെ കുറേ സെറ്റുകളായിരിക്കും, ഗ്രൂപ്പ് ഓഫ് 1 ഐറ്റംസ് കാണും. ഇനി എൽ വൺ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് എൽ ടു, ദാറ്റ് ഈസ് എ ഫ്രീക്വൻറ്റ് 2 ഐറ്റം സെറ്റ് which is used to find L3 and so on until no more frequent k items set can be found. അപ്പോൾ ആദ്യം എൽ വൺ കണ്ടുപിടിക്കും, എൽ വണ്ണിൽ നിന്ന് എൽ ടു കണ്ടുപിടിക്കും, എൽ ടുന്ന് നിന്ന് എൽ ത്രീ കണ്ടുപിടിക്കും, എൽ ത്രീന്ന് എൽ ഫോർ കണ്ടുപിടിക്കും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേജ് ആവുന്നവരെ ഇതിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ദെൻ ദ ഫൈൻഡിങ് ഓഫ് ഈച്ച് എൽ കെ റിക്വയർസ് വൺ ഫുൾ സ്കാൻ ഓഫ് ദ ഡേറ്റാബേസ്. ഓരോ തവണ നമ്മൾ ഈ എൽ കെ കണ്ടുപിടിക്കുമ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റംസിനെ കണ്ടുപിടിക്കുമ്പോഴും നമ്മുടെ ഡേറ്റാബേസ് ഫുൾ സ്കാൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം എ പ്രയോറി അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നെയിം വരാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് പ്രയോർ നോളജ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൽ കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എൽ കെ -1 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കെ പ്ലസ് 1 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കെ ഐറ്റം സെറ്റിൻ്റെ നോളജ് വെച്ചിട്ടായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എൽ വൺ കണ്ടുപിടിക്കും, എൽ വണ്ണിൽ നിന്ന് എൽ ടു കണ്ടുപിടിക്കും, എൽ ടുവിൽ നിന്ന് എൽ ത്രീ, ആൻഡ് ആ പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ നോ ഫ്രീക്വൻറ്റ് ഐറ്റംസ് ക്യാൻ ബി ഫർദർ ഫൗണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ തവണയും നമുക്ക് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് നമ്മൾ ഫുൾ സ്കാൻ ചെയ്യേണ്ടി വരും. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് നമ്മൾ ലേറ്ററിൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എ പ്രയോറി പ്രോപ്പർട്ടി. A priori property, an important property used in the a priori algorithm. പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിപ്പം എ ബി സി ഇതൊരു സെറ്റാണ്, അത് ഫ്രീക്വൻ്റ് ആണ്. അതായത് എയും ബിയും സിയും ഫ്രീക്വൻ്റ് ആയിട്ട് ആൾക്കാർ വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ
എ ബി ഫ്രീക്വൻ്റ് ആയിരിക്കണം, ബി സി ഫ്രീക്വൻ്റ് ആയിരിക്കണം, എ സി ഫ്രീക്വൻ്റ് ആയിരിക്കണം, എ ഫ്രീക്വൻ്റ് ആയിരിക്കണം, ബി ഫ്രീക്വൻ്റ് ആയിരിക്കണം, സി ഫ്രീക്വൻ്റ് ആയിരിക്കണം. എന്ത് മനസ്സിലായി? ഒരു സെറ്റ് ഫ്രീക്വൻ്റ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് എല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവും. എ ബി സി എന്ന് പറഞ്ഞ 3 സാധനങ്ങൾ കസ്റ്റമേഴ്സ് ഒരുമിച്ച് വാങ്ങണമെങ്കിൽ അത് എയും ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കണം, ബി ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കണം, സി ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കണം, എ ബി ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കണം, ബി സി ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കണം, എ സിയും ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് തിങ്ക് ചെയ്തേ. ഒരു സെറ്റ് ഫ്രീക്വൻ്റ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് എല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപ്പോൾ ഇതിൽ ബി സി ഫ്രീക്വൻ്റ് അല്ലായിരുന്നു, അപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആവുമോ? ഫ്രീക്വൻ്റ് ആവത്തില്ല. അതായത് ബിയും സിയും ആൾക്കാർ ഒരുമിച്ച് വാങ്ങിക്കത്തില്ലെങ്കിൽ എ ബി സിയും ഒരുമിച്ച് വാങ്ങിക്കത്തില്ല. മനസ്സിലായോ? ഒരു സെറ്റ് ഫ്രീക്വൻ്റ് ആകണമെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് എല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു സെറ്റ് ഫ്രീക്വൻ്റ് അല്ല എങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റ് ഫ്രീക്വൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് ഫ്രീക്വൻ്റ് അല്ല എങ്കിൽ അതിൻ്റെ മെയിൻ സെറ്റ് ഒരിക്കലും ഫ്രീക്വൻ്റ് ആയിരിക്കത്തില്ല. ആ പ്രോപ്പർട്ടിയാണ് എപ്രയോറി പ്രോപ്പർട്ടി. All non-empty subsets of a frequent item set must also be frequent. ഒരു non-empty subsetലെ ഒരു ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റിലെ എല്ലാ non-empty subsetsഉം ഫ്രീക്വൻ്റ് ആയിരിക്കണം. Then, if an item set I does not satisfy the minimum support threshold S, then I is not frequent. അപ്പോൾ നമ്മളൊരു ഐറ്റം സെറ്റ് എടുത്തു, അത് മിനിമം സപ്പോർട്ട് കൗണ്ടിനെ ത്രെഷോൾഡിനെ സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 ടൈമെങ്കിലും വാങ്ങിക്കണം എന്നായിരുന്നു, ബൈ ചെയ്യണമെന്നായിരുന്നു നമ്മുടെ റൂള്. പക്ഷേ ഒരു ഐറ്റം സെറ്റിലുള്ള എയും ബിയും 2 തവണയൊന്നും വാങ്ങിച്ചിട്ടില്ല, സോ അതെന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിരിക്കത്തില്ല. ഇനി ദെൻ എ ഈസ് നോട്ട് ഫ്രീക്വൻറ്റ്, ദാറ്റ് ഈസ് പി ഓഫ് ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ എസ് ആയിരിക്കും. മനസ്സിലായോ? പി ഓഫ് ഐ എന്ന് വെച്ചാൽ നമ്മുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഒരാളുടെ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കണമെന്ന് പറഞ്ഞു, നമുക്ക് 2 കിട്ടിയില്ലെങ്കിൽ അയാളെ നമുക്ക് ഫ്രീക്വൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? 2 പേര് എയും ബിയും മിനിമം 2 ടൈംസ് എങ്കിലും വാങ്ങിക്കണം, പക്ഷേ ഒരു ടൈം മാത്രമേ വാങ്ങിയുള്ളൂ, അപ്പോൾ എയും ബീനെ നമുക്ക് ഫ്രീക്വൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഇപ്പോൾ ഈ ഫ്രീക്വൻ്റ് അല്ലാത്ത ഒരാൾ, വി ആഡ് ആൻ ഐറ്റം എ ഈസ് ആഡഡ് ടു ദ ഐ, ഐറ്റം എ വേണ്ട. ഓക്കെ, നമുക്കിപ്പം ബി സി ആദ്യം എടുത്തതെന്ന് വെച്ചാൽ ബിയും സിയും ആയിരുന്നു ഐയിലുള്ളത്, ബിയും സിയും ഐയിലാണ്, പക്ഷേ അത് ഫ്രീക്വൻ്റ് അല്ല. ഇനി അതിൻ്റെ കൂടെ എയും കൂടെ ആഡ് ചെയ്താൽ അത് ഫ്രീക്വൻ്റ് ആവുമോ? അതായത് ബിയും സിയും ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നതല്ല, അതിൻ്റെ കൂടെ എ ആഡ് ചെയ്തെന്ന് പറയുന്നത് അത് ഫ്രീക്വൻ്റ് ആവത്തോ? ഇല്ല, ഒരിക്കലും ആവത്തില്ല. സോ if an item A is added to the item set I, then the resulting item set cannot occur more frequently than I. Therefore, I union A is not frequent, either P of I union A less than S. അപ്പം സയൻസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് എല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കണം. ഇനി ഒരു സെറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ഫ്രീക്വൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ പറഞ്ഞ മെയിൻ സെറ്റും ഫ്രീക്വൻ്റ് ആയിരിക്കത്തില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ എയും ബിയും എടുത്തു, അത് ഫ്രീക്വൻ്റ് അല്ല, എ ബിയുടെ കൂടെ ഇനി ഒരു സി ആഡ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊരിക്കലും ഫ്രീക്വൻ്റ് ആവാൻ പോകുന്നില്ല. ഇവിടെ പി ഓഫ് ഐ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് അതിൻ്റെ സപ്പോർട്ടാണ്. ദെൻ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിമം സപ്പോർട്ടാണ്. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആൻറ്റി മോണോട്ടോൺ property. That means if a set cannot pass a test, all of its supersets will fail the same test. ഒരു ടെസ്റ്റ് ഒരു സെറ്റ് പാസ്സായില്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റും ആ കറസ്പോണ്ടിങ് സെറ്റ് എന്തായാലും പാസ്സാവത്തില്ല. ആ പ്രോപ്പർട്ടി നമ്മൾ ഈ എപ്രയോറി പ്രോപ്പർട്ടി എപ്രയോറി അൽഗോരിതത്തിനകത്ത് യൂസ് ചെയ്തു. എപ്രയോറി അൽഗോരിതത്തിനകത്ത് നമുക്ക് 2 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോയിൻ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂൺ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യമേ നേരത്തെ പറഞ്ഞു L1 കണ്ടുപിടിക്കും, ദെൻ L2 കണ്ടുപിടിക്കും, ദെൻ L3 കണ്ടുപിടിക്കും. ഈ പറഞ്ഞ L1 L2 കണ്ടുപിടിക്കണമെങ്കിൽ L1 യൂസ് ചെയ്യും. L1 എങ്ങനെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ L1 into L2 എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും. ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ജോയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. L1 ഇൻറ്റു L1 L2 എന്ന് അവിടെ എഴുതിയത് L1 ഇൻറ്റു L1 ചെയ്തിട്ടാണ് നമ്മൾ L2 കണ്ടുപിടിക്കുന്നത്. അതുപോലെ L2 ഇൻറ്റു L2 ചെയ്തിട്ടായിരിക്കും നമ്മൾ L3 കണ്ടുപിടിക്കുന്നത്. അതായത് L3 കണ്ടുപിടിക്കണമെങ്കിൽ L2നെ ജോയിൻ ചെയ്യണം, L2 കണ്ടുപിടിക്കണമെങ്കിൽ L1നെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ജോയിൻ ചെയ്തിട്ട് ഡയറക്റ്റ് അങ്ങ് നമ്മൾ സ്റ്റെപ്സ് കൺസിഡർ ചെയ്യുമല്ല. ഇവിടെ നമ്മൾ L1 L2 L3 L1 ഇൻറ്റു L1 അങ്ങനെ L2 കിട്ടും, L2 ഇൻറ്റു L2 അങ്ങനെ നമുക്ക് L3 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ C2 അല്ലെങ്കിൽ C3 എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് സെറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ L2 കണ്ടുപിടിക്കണമെങ്കിൽ L1നെ ജോയിൻ ചെയ്യണം, L1 ഇൻറ്റു L1. L1നെ ജോയിൻ ചെയ്ത് കിട്ടുന്ന സെറ്റിനെയല്ല നമ്മൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയും. ഈ കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ C2 കൊണ്ട് നോട്ട് ചെയ്യുന്നത്. ആ C2വിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളവരെ മാത്രമേ നമ്മൾ L2ലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. വൺസ് മോർ, L2 കണ്ടുപിടിക്കണമെങ്കിൽ L1 ജോയിൻ ചെയ്യണം. L2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ L1 ജോയിൻ ചെയ്യണം. L1 ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന സെറ്റെല്ലാം C2ൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. C2 മീൻസ് ഇറ്റ്സ് എ കാൻഡിഡേറ്റ് സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 ഐറ്റം സെറ്റ്. അതായത് L1ൽ ഓരോ ഐറ്റം വെച്ചിട്ടുള്ള സെറ്റായിരിക്കും. ഇപ്പോൾ 2 L1s നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 ഐറ്റംസ് ഉള്ള സെറ്റായിരിക്കും. ആ സെറ്റിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ്സ് കീ സെറ്റ് എന്ന് പറയുന്നത്, C2. ആ C2വിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളവരെ മാത്രമേ നമ്മൾ L2ലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഇനി നമുക്ക് L3 കണ്ടുപിടിക്കണം, 3 ഐറ്റംസ് ഉള്ള സെറ്റ് കണ്ടുപിടിക്കണം. 3 ഐറ്റംസ് ഉള്ള സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ L2നെ ജോയിൻ ചെയ്യും. L2നെ ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ആ 3 ഐറ്റം സെറ്റെല്ലാം നമ്മൾ C3ലോട്ട് കൊണ്ടുവന്ന് ഫോം ചെയ്യും. C3 മീൻസ് ഇറ്റ്സ് എ കാൻഡിഡേറ്റ് സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 ഐറ്റം സെറ്റ്. ഇനി ഈ 3 ഐറ്റം സെറ്റിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളവരെയായിരിക്കും നമ്മൾ L3ലോട്ട് കൊണ്ടുപോകുന്നത്. അതായത് C3യിൽ കുറേ പേര് കാണും, അതിൽ കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ L3ലോട്ട് പോകും. അതായത് C3യിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ L3ലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ C2വിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ L2ലോട്ട് പോകുന്നത്. ആ ഒരു കട്ടിംഗ് സ്റ്റെപ്പിനെ പറയുന്നതാണ് പ്രൂൺ സ്റ്റെപ്പ്. സോ നമ്മൾ 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ജോയിൻ സ്റ്റെപ്പ് ആൻഡ് പ്രൂൺ സ്റ്റെപ്പ്. ജോയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തവണയും LK കണ്ടുപിടിക്കണമെങ്കിൽ പ്രീവിയസ് LK-1നെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് അത് CK എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സിലോട്ട് കൊടുക്കും. കാൻഡിഡേറ്റ്സിൽ കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രൂൺ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് ഞാനിതെന്താണെന്ന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി ഇതിനകത്ത് പറയേണ്ട കുറച്ച് വേറെ കാര്യങ്ങൾ, നമ്മൾ ഈ ഐറ്റംസിനെയൊക്കെ എഴുതുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെക്സിഗ്രാഫിക് ഓർഡറിലായിരിക്കും എഴുതുന്നത്. ലെക്സിക്കോഗ്രാഫി, അതായത് ഐറ്റംസൊക്കെ നമ്മൾ എഴുതുമ്പം ഇപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട്, I1 I2 എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എപ്പോഴും എഴുതുമ്പോൾ I1 I2 അല്ലെങ്കിൽ I4 I5 അങ്ങനെ ഒരു ഓർഡറിൽ മാത്രമേ എഴുതത്തുള്ളൂ. അല്ലെങ്കിൽ I2 I1 അങ്ങനെ ഓർഡറിലൊന്നും എഴുതത്തില്ല. കറക്റ്റ് ഒരു അസെൻഡിങ് ഓർഡറിൽ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അതിനാണ് ലെക്സിക്കോഗ്രാഫിക് ഓർഡർ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മളിവിടെ ജോയിൻ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു. ജോയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം L1ൽ I1 ഉണ്ട്. അപ്പം L1 ജോയിൻ L1 എന്ന് പറയുന്നത് അതിപ്പോൾ I1 I2 I3 3 ഇതുണ്ടെങ്കിൽ L1 ജോയിൻ I2 എന്ന് പറയുമ്പോഴത്തേക്ക് I1 I2 കാണും, I1 I3 കാണും, I2 I3 കാണും. ഓക്കെ, ഇനി L2 എന്ന് പറയുന്നത് I1 I2 വേറൊരു സെറ്റ് I1 I3. ഇത് L2യിലുള്ളവരാണ്. ഇനി L2നെ നമ്മൾ ജോയിൻ ചെയ്യുവാണ്. ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ 2 പേരെ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുന്നത് ആ 2 സെറ്റിലെയും L2 മീൻസ് 2 പേരുള്ള സെറ്റാണ്. അവരെ ജോയിൻ ചെയ്യണമെങ്കിൽ അവരുടെ ലാസ്റ്റ് വൺ വെച്ച് ബാക്കിയുള്ളവരെല്ലാം സെയിം ആയിരിക്കണം. അതായത് L2 ജോയിൻ ചെയ്യണമെങ്കിൽ L2 എന്ന് പറഞ്ഞാൽ 2 പേരല്ലേ, അപ്പോൾ രണ്ടാമത്തെ ആൾ ഒഴിച്ചെന്ന് പറയുന്നത് ആദ്യത്തെ ആൾ സെയിമും ആയിരിക്കണം, രണ്ടാമത്തെ ആൾ ഡിഫറെൻറ്റും ആയിരിക്കണം. അപ്പോൾ I1 I2 I3 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതേപോലെ ഇപ്പോൾ L3 നമുക്ക് ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് L3 എന്ന് പറയുന്നത് 3 ഐറ്റമുള്ള സെറ്റ്. ഇപ്പം ആദ്യത്തെ സെറ്റിൽ I1 I2
I3, അടുത്ത സെറ്റിൽ ഒരു I1, I2, I3, വേറെ സെറ്റ് I2, I3, I4. ഇങ്ങനെ 3 സെറ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇതിന് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ജോയിൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ സെറ്റിലുള്ള സെറ്റുകളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്തിട്ട് അവരിലെ 3 ഐറ്റംസ് ആണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം വരെ, അതായത് ആദ്യത്തെ 2 ഐറ്റംസ്, 3 ഐറ്റംസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റംസ് വരെ സെയിം ആയിരിക്കണം, ലാസ്റ്റ് വണ്ണ് ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ 2 സെറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ I1, I2, ഇവിടെ I1, I2 സെയിം ആണ്, ലാസ്റ്റ് മാത്രം നമുക്കിവിടെ I4 ഇടാമേ, ലാസ്റ്റ് മാത്രം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു സെറ്റ് I1, I2, I3, I4 അങ്ങനത്തെ സെറ്റ് കിട്ടും. ഇനി രണ്ടാമത്തെ സെറ്റ് മൂന്നാമത്തെ സെറ്റും എടുത്ത് നോക്കുവാണെങ്കിലോ ആദ്യത്തെ 2 ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ജോയിൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമുക്കത് എക്സാമ്പിൾസൊക്കെ വരുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ എപ്രയോറി അൽഗോരിതത്തിനകത്ത് നമ്മൾ 2 സ്റ്റെപ്പ് യൂസ് ചെയ്യും, ജോയിൻ സ്റ്റെപ്പും ചെയ്യും. ജോയിൻ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഐറ്റംസിനെ നമ്മൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയും. അതിൽ പ്രൂൺ സ്റ്റെപ്പും കൂടെ പെർഫോം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ തവണയും LK കണ്ടുപിടിക്കുന്നത്. LK കണ്ടുപിടിക്കണമെങ്കിൽ LK-1നെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് കുറേ കാൻഡിഡേറ്റ്സ് കിട്ടും, അതിനെ CK എന്ന് പറയും. അതിനെ പ്രൂൺ ചെയ്തിട്ടായിരിക്കും LK കണ്ടുപിടിക്കുന്നത്. LK കണ്ടുപിടിക്കണമെങ്കിൽ LK-1 വേണം. ആ LK-1നെ നമ്മൾ ജോയിൻ ചെയ്യും. LK-1നെ ജോയിൻ ചെയ്യും. ദെൻ അതിനകത്ത് നിന്ന് CK കണ്ടുപിടിക്കും. CKനെ പ്രൂൺ ചെയ്തിട്ടായിരിക്കും LK കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കേ. ഇറ്റ്സ് എ ഡേറ്റാബേസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 9 ട്രാൻസാക്ഷൻസ്. ഓരോ ട്രാൻസാക്ഷൻ ID T100, T200 അപ് ടു T900. ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ I1, I2, I5 ഈ 3 ഐറ്റംസാണ് ആ ട്രാൻസാക്ഷനിൽ നമ്മൾ ബൈ ചെയ്തത്. T200 I2, I4, T300 I2, I3, T400 I1, I2, I4. പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ എല്ലാം വെച്ചിട്ട് നമ്മൾ L1 കണ്ടുപിടിക്കണം, പിന്നെ L2 കണ്ടുപിടിക്കണം, L3 കണ്ടുപിടിക്കണം, അങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് L1 കണ്ടുപിടിക്കണം. L1 എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഐറ്റംസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫ്രീക്വൻറ്റ് 1 ഐറ്റം സെറ്റ്. 1 ഐറ്റംസ് ആയിരിക്കണം, അത് ഫ്രീക്വൻറ്റും ആയിരിക്കണം. അത് ഫ്രീക്വൻ്റ് ആയിരിക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഒരു ഐറ്റം സെറ്റ് ഫ്രീക്വൻ്റ് ആയിരിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ അവിടെ ഒരു മിനിമം സപ്പോർട്ട് കൗണ്ട് കാണും, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ ഈ പ്രോബ്ലത്തിലെ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഒരു ഐറ്റം 2 ടൈംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം, എന്നാൽ അയാളെ നമുക്ക് ഫ്രീക്വൻറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമുക്ക് 1 ഐറ്റം വെച്ചിട്ടുള്ള സെറ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് I1 ഉണ്ട്, I2 ഉണ്ട്, I3 ഉണ്ട്, I4 ഉണ്ട്, I5 ഉണ്ട്. 1 ഐറ്റം. I1 എത്ര തവണയുണ്ട്? ഇവിടെ I1 ഉണ്ട് 1, 2, 3, 4, 5, 6. I1 6 ടൈംസ് ഉണ്ട്. ഇനി I2 1, 2, 3, 4, 5, 6, 7 ടൈംസ് ഉണ്ട്. I3 1, 2, 3, 4, 5, 6 ടൈംസ് ഉണ്ട്. I4 1, 2 ടൈംസ് ഉണ്ട്. I5 2 ടൈംസ് ഉണ്ട്. അപ്പം നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമ്മൾ ആദ്യമേ ആ 1 ഐറ്റമുള്ള സെറ്റിനെ എല്ലാം കണ്ടുപിടിച്ചു, അതിൻ്റെ കൗണ്ട് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് ഫ്രീക്വൻസി അബ്സല്യൂട്ട് സപ്പോർട്ട് കണ്ടുപിടിച്ചു. ആ അബ്സല്യൂട്ട് സപ്പോർട്ട് നമ്മുടെ ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ 2 എബോവ് ആണെങ്കിൽ എല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കും. ഇവിടെ എല്ലാം 2 എബോവ് ആണ്. സോ I1ഉം I2ഉം I3ഉം I4ഉം I5ഉം എല്ലാം ഫ്രീക്വൻ്റ് ആണ്. അപ്പോൾ എല്ലാം 1 ഐറ്റം സെറ്റാണ്, ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സെറ്റായിരിക്കും എന്ത്? L1 എന്ന് പറയുന്നത്. അപ്പോൾ L1 എന്ന് പറയുന്നത് I1 ഉണ്ട്, I2 ഉണ്ട്, I3 ഉണ്ട്, I4 ഉണ്ട്, I5 ഉണ്ട്.
മനസ്സിലായോ? ഇതെങ്ങനെ ഈ I1 അപ് ടു I5 L1 വന്നത്? L1 വരുന്നതെല്ലാം ഒരൈറ്റമുള്ള സെറ്റായിരിക്കും, അത് ഫ്രീക്വൻ്റ് ആയിരിക്കും. അത് ഫ്രീക്വൻ്റ് ആണോ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ എല്ലാം കൗണ്ട് എടുത്തിട്ട് ആ കൗണ്ട് നമ്മുടെ ത്രെഷോൾഡ് വാല്യൂവിനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കണം. അതിൻ്റെ കൗണ്ട് എടുത്ത് നമ്മുടെ ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ എല്ലാത്തിൻ്റെയും കൗണ്ട് 2 എന്ന് പറയുന്ന ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടി എബോ അല്ലെങ്കിൽ ഈക്വലൻ്റ് ആണ്. സോ അതെല്ലാം ഫ്രീക്വൻ്റ് ആണ്. സോ അതെല്ലാം L1 വന്നു. സോ scan D for the count of each candidates. Then D scan ചെയ്തപ്പോൾ എന്താ എല്ലാം D സ്കാൻ ചെയ്തപ്പോൾ എല്ലാം I1 I2 I3 I4 I5 എല്ലാത്തിൻ്റെയും കൗണ്ട് 67622 ആണ്. അപ്പോൾ ഈ കേസിൽ കമ്പയർ കാൻഡിഡേറ്റ് സപ്പോർട്ട് കൗണ്ട് വിത്ത് മിനിമം സപ്പോർട്ട് കൗണ്ടുമായിട്ട് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ എല്ലാം എന്താ ഫ്രീക്വൻ്റ് ആണ്. സോ L1 എന്ന് പറയുന്നത് I1 I2 I3 I4 I5. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു L2 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം C2 വേണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ L3 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ എന്ത് വേണമെന്ന് പറഞ്ഞു? C3 വേണമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും L1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ C1 വേണം. C1ൽ എല്ലാ കാൻഡിഡേറ്റ്സും ആദ്യമേ കാണും, അതായത് എല്ലാ ഐറ്റംസും C1ലെ കാൻഡിഡേറ്റ്സ് ആയിരിക്കും. എല്ലാ ഐറ്റംസും എടുത്തു, എല്ലാം കൗണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മളെല്ലാം L1 വന്നു. അപ്പോൾ I1 തൊട്ട് I5 വരെ എന്തായിരിക്കും? ഫ്രീക്വൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് I2 കണ്ടുപിടിക്കണം. I2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ L1 ജോയിൻ ചെയ്തിട്ട് C2 കണ്ടുപിടിക്കണം. അപ്പോൾ L1 L2 ജോയിൻ ചെയ്യാൻ മീൻസ് എന്താ? L1-നകത്തുള്ള I1 I2 I3 I4 I5 L1 ഇൻറ്റു L1 ആണ്. അപ്പോൾ വീണ്ടും I1 I2 I3 I4 I5. അപ്പോൾ സെയിം ആൾക്കാരെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യത്തില്ല. I1-നെ I2 ആയിട്ടും I3 ആയിട്ടും I4 ആയിട്ടും I5 ആയിട്ടും ജോയിൻ ചെയ്യും. അതുപോലെ I2-നെ നമ്മൾ I3 ആയിട്ടും I4 ആയിട്ടും I5 ആയിട്ടും ജോയിൻ ചെയ്യും. I3-നെ I4ഉം I5 ആയിട്ട് ജോയിൻ ചെയ്യും. I4-നെ I5 ആയിട്ട് ജോയിൻ ചെയ്യും. അതാണ് ഈ കാൻഡിഡേറ്റ്സ് കീ നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. അതായത് L1 ഇൻറ്റു L1 അതാണ് ഈ എഴുതിയേക്കുന്നത്. I1 I2 I1 I3 I1 I4 I1 I5 I2 I3 I2 I4 I2 I5 I3 I4 I3 I5 I4 I5 ഇത്രയും കാൻഡിഡേറ്റ്സിനെ കിട്ടി. അപ്പം നമ്മൾ ഇവരെല്ലാവരെയും L2-ന് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരുടെ എല്ലാം കൗണ്ട് കണ്ടുപിടിച്ച് ആ കൗണ്ട് നമ്മുടെ ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ L2-ലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു, ആവശ്യമില്ലാത്തവരെല്ലാം കട്ട് ചെയ്യും. അതാണ് പ്രൂൺ സ്റ്റെപ്പ്. അപ്പോൾ ഈ പ്രൂൺ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എപ്രയോറി പ്രോപ്പർട്ടി. എപ്രയോറി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൻ്റെ സബ്സെറ്റ് ഫ്രീക്വൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കത്തില്ല. സപ്പോസ് ഇവിടെ C ക്ലാസ് ഈ കാൻഡിഡേറ്റ് കിഡ്സിൽ വരുന്ന ഓരോ സെറ്റ് നമ്മൾ എടുത്ത് നോക്കണം. ഓരോ സെറ്റും എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ സബ്സെറ്റ്, ഫോർ എക്സാമ്പിൾ ആദ്യത്തേത് I1 I2 ആയിരുന്നു. അതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? I1ഉം വരും I2ഉം വരും. അത് ഫ്രീക്വൻ്റ് ആണോ എന്ന് നോക്കണം. അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാൽ മതി? അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള LKയിൽ നോക്കിയാൽ മതി. അതായത് L1-ൽ നോക്കി. അപ്പോൾ I1 സബ്സെറ്റാണ്, I2ഉം സബ്സെറ്റാണ്. സോ ആ I1 I2 എന്ന് പറയുന്ന സബ്സെറ്റാണ്. അപ്പോൾ ഇവിടെ ഈ C2-ലെ ഏത് സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സെറ്റും സബ്സെറ്റ്സും ഫ്രീക്വൻ്റ് ആയിരിക്കും. കാരണം I1 തൊട്ട് I5 വരെ ഇവിടെ ഫ്രീക്വൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഏത് സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഫ്രീക്വൻ്റ് ആണ്. അത് ഫ്രീക്വൻ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒന്നിനെയും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൻ്റെ എല്ലാം കൗണ്ട് കണ്ടുപിടിച്ചു. കൗണ്ട് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ I1 I2 രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എത്ര തവണയുണ്ട്? I1 I2 ജോയിൻ ചെയ്ത് എത്ര തവണയുണ്ട്? 1 2 3 4. ആ കൗണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് 4. ഇനി I1 I5 നോക്കിക്കേ. I1 I5 എത്ര തവണയുണ്ട്? ഇവിടെ I1 I5 ഉണ്ട്, ഇവിടെ I1 I5 ഉണ്ട്, 2 ടൈംസ്. അതാണ് നമ്മളിവിടെ 2 എന്ന് എഴുതിയേക്കുന്നത്. ഇനി I4 I5 നോക്കിക്കേ. I4ഉം I5ഉം കൂടെ ജോയിൻ ചെയ്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കൗണ്ട് കിട്ടി.
അതായത് ആദ്യം ഒരാൾ വെച്ചിട്ടുള്ള കൗണ്ടായിരുന്നു നോക്കിയത്, ഇനി 2 പേര് വെച്ചിട്ടുള്ള കൗണ്ട് നോക്കിയപ്പോൾ നമുക്ക് കൗണ്ട് കിട്ടി. ആ കൗണ്ടിനെ നമ്മൾ എന്തിനുമായിട്ട് കമ്പയർ ചെയ്യണം? 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരൊക്കെ മാത്രമാണ്? ഇതും 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 ഇതും, ഈ 5 പേര്. 6 6 ആൾക്കാർ. ആ ആൾക്കാരെ എടുത്താണ് നമ്മൾ L2 കൊണ്ടുപോയത്. മനസ്സിലായോ? L2 കിട്ടണമെങ്കിൽ L1നെ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് കൗണ്ട് കണ്ടുപിടിച്ച് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളതിനെ അങ്ങ് നമ്മൾ L2 കൊണ്ടുപോകല്ല. കൗണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രോസസ്സും കൂടെ ഉണ്ട്, പ്രൂൺ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ C2 എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സിൽ കിട്ടുന്നവരിൽ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സ്റ്റെപ്പിനെ അങ്ങ് മാറ്റും. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ കൗണ്ട് കണ്ടുപിടിച്ച് അതിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത് L2 കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കേസിലെല്ലാം ഫ്രീക്വൻ്റ് ആയതുകൊണ്ട് അത് അൺനെസസറിയാണ്. ഓക്കെ, അപ്പോൾ L2 നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? L2ൽ നിന്ന് L3 കണ്ടുപിടിക്കണം. L3 കണ്ടുപിടിക്കണമെങ്കിൽ ഈ L2നെ നമ്മൾ ജോയിൻ ചെയ്യണം. L2 ജോയിൻ L2. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് നോക്കാം. L3 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ L2നെ ജോയിൻ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. L2നെ ജോയിൻ ചെയ്തേക്കുക. L2നെ ജോയിൻ ചെയ്തേക്കുക. L2നെ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? L2നെ ജോയിൻ ചെയ്തപ്പോൾ L2 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? L2ലുള്ളതാണ് I1 I2 I1 I3 I1 I5 I2 I3 I2 I4 I2 I5. അപ്പോൾ L2 ജോയിൻ L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L2 2 ടൈംസ് എഴുതി. ഇനി നമ്മൾ അതിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതെന്ന് പറയുന്ന I1 I2 എടുത്തു കഴിഞ്ഞാൽ അതിനെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തത് I1 I2 then I1 I2 I1 I3 എടുത്തു. I1 I2 I1 I3 എടുത്തു. അപ്പോൾ എന്താ? ഇത് രണ്ട് സെയിം ആണ്, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇവിടുത്തെ ജോയിൻ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് I1 I2 I3 I1 I2 I3 കണ്ടോ? I1 I2 I3. ഇനി ഇതേപോലെ എല്ലാം ജോയിൻ ചെയ്യും. രണ്ടാമത്തെ കേസിൽ നമുക്ക് I1 I2 അടുത്ത I1 I5 നോക്കും, അത് ജോയിൻ ചെയ്യാൻ പറ്റും. I1 I2 അടുത്ത I2 I3 നോക്കും, അത് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ജോയിൻ ചെയ്ത് നമുക്കൊരു 1 2 3 4 5 6 സബ്സെറ്റ് കിട്ടി. 6 സബ്സെറ്റ്സ് നമുക്ക് കിട്ടി. 6 അല്ല, നമുക്ക് ഈ 6 സബ്സെറ്റ് കിട്ടി. ഓക്കെ, 6 സബ്സെറ്റ് കിട്ടി. ഇതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ റഫായിട്ടങ്ങ് കേൾക്കുക. L3 കിട്ടാൻ L2നെ ജോയിൻ ചെയ്തു, 3 സെറ്റ് വെച്ചിട്ടുള്ള 6 സെറ്റ് കിട്ടി. പക്ഷേ നമ്മളിവിടെ C3യിൽ 2 സെറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിന് കാരണം എന്താ? അതിൻ്റെ റീസൺ താഴെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 3 സെറ്റ് എന്ന് പറയുന്നത് I1 I2 I3 ആയിരുന്നു. അതിൻ്റെ സബ്സെറ്റ് എന്തൊക്കെയാണ്? I1 I2 I1 I3 I2 I3. ഇവരെല്ലാവരും ഫ്രീക്വൻ്റ് ആണ്. ഫ്രീക്വൻ്റ് ആണോ എന്ന് നോക്കണം. ഈ 2 പേര് വെച്ചുള്ളത് ഫ്രീക്വൻ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാൽ മതി? L2ൽ നോക്കിയാൽ മതി. ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയതുകൊണ്ട് I1 I2 I3യും ഫ്രീക്വൻ്റ് ആണ്. ഇനി അടുത്തത് I1 I2 I5, അതിൻ്റെയും എല്ലാം സബ്സെറ്റ് എടുത്ത് നോക്കുമ്പോൾ അതെല്ലാം ഫ്രീക്വൻ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് എടുത്തു. ഇനി I1 I3 I5 I1 I3 I5 I1 I3 I5 നമ്മുടെ L2 ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് I1 I3 ഉണ്ട്, അത് ഈ സെറ്റിലുണ്ട്. ദെൻ I3 I5 അത് ഈ സെറ്റിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഫ്രീക്വൻ്റ് അല്ല. അപ്പോൾ പിന്നെ ഇവരെ ഫ്രീക്വൻ്റ് എന്ന് പറയാൻ പറ്റൂ? ഇല്ല. സോ നമ്മൾ I1 I3 I5നെ എടുക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ ബാക്കിയുള്ള സബ്സെറ്റ് നോക്കുമ്പോഴും സെറ്റ് 3 ഐറ്റം സെറ്റ് നോക്കുമ്പോഴെല്ലാം അവരിൽ ഏതെങ്കിലും ഒരു സബ്സെറ്റ് അതിനകത്ത് കാണത്തില്ല. സോ അതിനെ എടുക്കേണ്ട കാര്യം ഇല്ല. സോ ലാസ്റ്റ് കാൻഡിഡേറ്റ്സ് വന്നപ്പോൾ L2 ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് 3 ഐറ്റംസ് വെച്ചിട്ടുള്ള 6 സെറ്റ് കിട്ടിയിരുന്നു. പക്ഷേ അതിനെ 4 എണ്ണത്തിന് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. റിമൈനിങ് 2 മാത്രമേ കിട്ടിയുള്ളൂ.
ആ 2ൻ്റെ കൗണ്ട് നോക്കിയപ്പോൾ രണ്ടും 2 കിട്ടി. സോ അത് രണ്ട് ഫ്രീക്വൻ്റ് ആണ്, അത് രണ്ടും L3 C3 ഉള്ള രണ്ട് സെറ്റ് അതിൻ്റെ കൗണ്ട് എടുത്തപ്പോൾ അത് രണ്ടും 2 2 ആണ്. അതിനെ നമ്മൾ 2 ആയിട്ട് കൗണ്ട് ചെയ്തപ്പോൾ അത് രണ്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അതിന് രണ്ടിനെയും കിട്ടി. ഇനി നമുക്ക് എന്താ L4 കണ്ടുപിടിക്കണം. L4 എന്ന് പറയുന്നത് L3 ജോയിൻ L3 ജോയിൻ L3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, L3-ലാകെ രണ്ട് സെറ്റേ ഉള്ളൂ. അതിനെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം L3-നെ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ L3 എന്ന് പറയുമ്പോൾ രണ്ട് പേര് സെയിമും ആയിരിക്കണം, മൂന്നാമത്തെ ആൾ ഡിഫറൻറ്റും ആയിരിക്കണം ഇല്ലേ. ഇവിടെ നോക്കുമ്പം I1 I2, ഇവിടെയും I1 I2 രണ്ട് പേര് സെയിം ആണ്, മൂന്നാമത്തെ ആൾ ഡിഫറെൻ്റ് ആണ്. സോ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് I1 I2 I3 I5 ആണ് കിട്ടുന്നത്. എവിടെ C4-ലോട്ട് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ സബ്സെറ്റ് എടുത്ത് നോക്കിയപ്പോൾ I1 I2 I3 ഒരു സബ്സെറ്റ് അത് ഫ്രീക്വൻറ്റിലുണ്ട്. പക്ഷേ I2 I3 I5 എന്ന സബ്സെറ്റ് ഫ്രീക്വൻ്റ് ആണ്, അതുവല്ലം L3-ലുണ്ടോ? ഇല്ല. സോ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. അതിനെ പ്രൂൺ ചെയ്തു എന്ന് പറയുമ്പോൾ C4 നള്ളാണ്. C4 നള്ളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ L4 എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. സോ നമ്മൾ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു? നമ്മുടെ L3 വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതായത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് അതാണ് നമ്മുടെ ഫ്രീക്വൻറ്റ് ഐറ്റംസ്. I1 I2 I3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എപ്രയോറി അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോറി. ഇനി സ്റ്റെപ്പ് ഒന്ന് വായിച്ച് നോക്കിയേ. ഹിയർ ടു ഫൈൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്രയോറി അൽഗോരിതം എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റെപ്പാണ്. ഹിയർ ടു ഫൈൻഡ് LK എ സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് K items it's generated by joining LK-1 with itself. LK കിട്ടണമെങ്കിൽ LK-1ഉം LK-1ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് കാൻഡിഡേറ്റ് K ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യും. ഇനി ദിസ് സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് CK അല്ലേ. നമ്മളിപ്പം L3 കണ്ടുപിടിക്കണമെങ്കിൽ L2 ജോയിൻ ചെയ്യണം. ആദ്യമേ നമുക്ക് കിട്ടുന്നത് C3 ആയിരിക്കും. അതിനെയാണ് കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറയുന്നത്. 3 ഐറ്റമുള്ള സെറ്റായിരിക്കും കാൻഡിഡേറ്റ് സെറ്റിലുള്ളത് C3-ൽ. Then let L1 and L2 be the item set in LK-1. അപ്പം നമ്മൾ ഈ പറഞ്ഞ LK-1 ഈ പറഞ്ഞ സെറ്റിനകത്തുള്ള I1 I2 I1 I3 എന്നൊക്കെ പറഞ്ഞതിന് നമ്മൾ സ്മോൾ ലെറ്റർ L1 L2 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലെറ്റ് L1 and L2 be the item set in LK-1. അതായത് നമ്മുടെ ഒരു LKയിലുള്ള ഐറ്റം സെറ്റാണ് L1 L2. Then the notation Li of j refers to the jth item in the Li. Li of j എന്ന് പറയുന്നത് jth item in Li. അതായത് നമ്മുടെ L2-ൽ ഇപ്പം I1 I2 I1 I3 എന്നൊക്കെ ഉണ്ടല്ലോ. ഇതാണ് L1, ഇതാണ് L2. അപ്പം ഇതിനെ നമ്മൾ L1 ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ? L1 ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L1-ലെ ഫസ്റ്റ് ഐറ്റം, അതായത് ഇത്. ഇനി L1 ഓഫ് 2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താ? L1-ലെ സെക്കൻഡ് ഐറ്റം, അതായത് ഇത്. അതാണ് മീൻ ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഫോർ എഫിഷ്യൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓൾ ദ ഐറ്റംസ് ആർ സോർട്ടഡ് ഇൻ ലെക്സിക്കോഗ്രാഫിക് ഓർഡർ. ലെക്സിക്കോഗ്രാഫിക് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആ ഒരു അസെൻഡിങ് ഓർഡറിലായിരിക്കും ഐറ്റംസിനെല്ലാം എഴുതുന്നത്. ദെൻ ദ ജോയിൻ LK-1 and LK-1 is performed as where the members of LK-1 are joinable if their first K-2 items are in common. LK-1ഉം LK-1ഉം തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, അതായത് L2ഉം തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം ഇല്ലേ. അതായത് ഇവിടെ നമ്മൾ K-1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? K-2 ആയിരിക്കും. അതവിടെ മീൻ ചെയ്യുന്നത്. LK-1ഉം LK-1ഉം നമുക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ
അതിൽ K-2 ഐറ്റംസ് കോമൺ ആയിരിക്കണം. K-2 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 പേരെ തന്നെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റംസ് വരെ കോമൺ ആയിരിക്കണം, ലാസ്റ്റ് ഐറ്റം മാത്രം ഡിഫറെൻ്റ് ആയിരിക്കണം. 2 സെറ്റിനെ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റംസ് വരെ ഡിഫറെൻ്റ് ആയിരിക്കണം, ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. സെക്കൻഡ് ലാസ്റ്റ് ഐറ്റംസ് വരെ സെയിം ആയിരിക്കണം, ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കതിനെ ജോയിൻ ചെയ്യാൻ പറ്റൂ. അതാണ് താഴെ പറയുന്നത്. ദാറ്റ് ഈസ് ദ മെമ്പേഴ്സ് L1 ആൻഡ് L2 ഓഫ് LK-1 ആൻഡ് ജോയിൻഡ് ഇഫ് L1 ഓഫ് 1 ഈക്വൽ ടു L2 ഓഫ് 1. 2 സെറ്റിലെയും ആദ്യത്തെ ആൾ സെയിം ആയിരിക്കണം. ദെൻ L1 ഓഫ് 2 ഈക്വൽ ടു L2 ഓഫ് 2 അപ് ടു L1 ഓഫ് K-2 ഈക്വൽ ടു L2 ഓഫ് K-1. 2 ആ സെറ്റിലെയും എന്തായിരിക്കണം, 2 സെറ്റിലെയും രണ്ട് സെറ്റിലെയും സെക്കൻഡ് ലാസ്റ്റ് ആൾക്കാർ വരെ സെയിം ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ L1 ഓഫ് K-1 ലെസ് ദാൻ L2 ഓഫ് K-1. ലാസ്റ്റ് വൺ മാത്രം ഡിഫറെൻ്റ് ആയിരിക്കണം. ഡിഫറെൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ലെസ് ദാൻ വാല്യൂ നമ്മളെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം I1, I2, I3, I1, I2, I4. അപ്പോൾ ഈ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റംസ് വരെ സെയിം ആയിരിക്കണം, ലാസ്റ്റ് ഐറ്റം മാത്രം ഡിഫറെൻ്റ് ആയിരിക്കണം. ഡിഫറെൻ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് I3 ലെസ് ദാൻ I4 എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അതാണ് ഈ എഴുതിയേക്കുന്നത്. 2 ഐറ്റംസ് തമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഐറ്റംസ് എല്ലാം സെയിം ആയിരിക്കണം, ലാസ്റ്റ് ഐറ്റം മാത്രം ഡിഫറെൻ്റ് ആയിരിക്കണം. അതാണ് ജോയിൻ സ്റ്റെപ്പിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. LK കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ LK-1 ജോയിൻ ചെയ്യണം. LK-1 ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്. ദെൻ ആദ്യമേ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആദ്യമേ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്നായിരിക്കും നമ്മുടെ ഫൈനൽ LK എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂൺ സ്റ്റെപ്പ്. പ്രൂൺ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? CK is a superset of LK കിട്ടുന്നത് CK എന്നായിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ്സ് മെമ്പേഴ്സ് may not be frequent but all of the frequent K items set are included in the CK. അപ്പോൾ CKയിൽ നിന്നാണ് LK കണ്ടുപിടിക്കുന്നത്. CKയിലുള്ളത് ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിരിക്കത്തില്ല, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എല്ലാം അതിനകത്ത് കാണും. Then a database scan to determine the count of each candidate in CK would result in the determination of LK. അപ്പോൾ നമ്മൾ CKയിൽ നിന്ന് LKയിലോട്ട് സെറ്റ് എങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്? CKയിലുള്ളവരുടെ എല്ലാം കൗണ്ട് കണ്ടുപിടിച്ച് ആ കൗണ്ടിനെ നമ്മുടെ മിനിമം കൗണ്ടുമായിട്ട് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരെ നമ്മൾ LKയിലോട്ട് കൊണ്ടുപോകും. പക്ഷേ ചില കേസിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്ത ഡേറ്റാബേസിൽ 9 ട്രാൻസാക്ഷൻസേ ഉള്ളൂ. പക്ഷേ ഡേറ്റാ മൈനിങ് എന്ന് പറയുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ബൈയിങ് പാറ്റേൺസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു CK കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ഡേറ്റാസ് കാണും. അതിൻ്റെ എല്ലാം കൂടെ കൗണ്ട് കണ്ടുപിടിച്ച് അതിനകത്ത് നിന്ന് മിനിമം കൗണ്ടുമായിട്ട് നോക്കിയിട്ട് LKയിലോട്ട് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് പ്രൂൺ സ്റ്റെപ്പ്. പ്രൂൺ സ്റ്റെപ്പിൽ നമ്മൾ എല്ലാത്തിൻ്റെയും കൗണ്ട് കണ്ടുപിടിക്കത്തില്ല. ആ CKയിൽ ആദ്യമുള്ളവരെ ആരെയൊക്കെ കൗണ്ട് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ നോക്കും. ആവശ്യമുള്ളവരെ മാത്രം കണ്ടുപിടിക്കുക, അല്ലാത്തവർ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. മനസ്സിലായോ? CKയിൽ കുറേ പ്രൂൺ ചെയ്യും, കുറേ എണ്ണത്തിനെ മാറ്റിയിട്ട് കിട്ടുന്ന ബാക്കിയുള്ളതിൻ്റെ മാത്രമേ കൗണ്ട് കണ്ടുപിടിക്കത്തുള്ളൂ. ആ കൗണ്ട് കണ്ടുപിടിച്ചതിനെ മാത്രമേ നമ്മുടെ മിനിമം ത്രെഷോൾഡ് കൗണ്ടുമായിട്ട് ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? LKയിലോട്ട് പോകും. ഫോർ എക്സാമ്പിൾ നമ്മുടെ CKയിൽ ചിലപ്പോൾ ഒരു 500 ഐറ്റംസ് കാണും. ഇനി അതിനെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 100 ഐറ്റംസേ കാണത്തുള്ളൂ. അതിൻ്റെ കൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 50 ഐറ്റംസ് മാത്രമേ LKയിൽ ലാസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് Apriori പ്രോപ്പർട്ടി. ഹിയർ CK ഈസ് വെരി ഹ്യൂജ്, സോ ദിസ് കുഡ് ഇൻവോൾവ് ഹെവി കമ്പ്യൂട്ടേഷൻ. CK എന്ന് വെച്ചാൽ ഒരുപാട് ഹ്യൂജ് ആണ്. അപ്പോൾ അവിടെ സ്കാൻ ചെയ്യണമെങ്കിൽ അത്രയും ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് CK വി ആർ യൂസിങ് ദ Apriori പ്രോപ്പർട്ടി. In Apriori property means any K-1 item set that is not frequent cannot be a subset of the frequent K item set. നമ്മൾ ഒരു ഐറ്റം സെറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ K-1 ഐറ്റം സെറ്റ് ഫ്രീക്വൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ K ഐറ്റം സെറ്റും ഫ്രീക്വൻ്റ് ആയിരിക്കത്തില്ല. ഹെൻസ് ഇഫ് എനി K-1 സബ്സെറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് K ഐറ്റം സെറ്റ്, കാൻഡിഡേറ്റ് ഐറ്റം സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്തല്ലെങ്കിൽ ഫ്രീക്വൻ്റ് അല്ല മീൻസ് നമ്മൾ LK-1 പോയി നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല? ഫ്രീക്വൻ്റ് ആയിരിക്കില്ല. അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതാണ് പ്രൂൺ സ്റ്റെപ്പ്. ഇതാണ് പ്രൂൺ സ്റ്റെപ്പ്. അതായത് നമ്മൾ I1, I2, I4 എടുത്തു. അതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് I1, I2 വരും, I2, I4 വരും, I1, I4 വരും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന്
ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ. ഫ്രീക്വൻ്റ് ആണോന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ മതി? ഇതിപ്പോൾ L3ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ L2നകത്ത് പോയി നോക്കിയാൽ മതി ഫ്രീക്വൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഈ I1 I2 I4 എന്ന് പറയുന്നത് നമ്മൾ എവിടെ കൊണ്ടുവരത്തില്ല? C3യിൽ നിന്ന് L3യിലോട്ട് കൊണ്ടുവരത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം പ്രോബ്ലം ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പം ഇതിനകത്തുള്ള പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പ്രോബ്ലം ഒന്നും കൂടെ ചെയ്യുന്നൊരു വീഡിയോ കൂടി ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഇതാണ് പ്രൂൺ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂൺ സ്റ്റെപ്പൊക്കെ ചെയ്തു. ലാസ്റ്റ് നമുക്ക് L3 കിട്ടി. ഇനി ഇപ്പം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസിനെ, അതായത് അസോസിയേഷൻ റൂൾ മൈനിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസിനെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? റൂളിനെ കണ്ടുപിടിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള റൂളിനെ കണ്ടുപിടിക്കുന്നത് ഫോർ ഈച്ച് ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് എൽ ജനറേറ്റ് ഓൾ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എൽ. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റം സെറ്റ് കിട്ടി, എൽ എന്ന് പറയും അതിന്. അതിൻ്റെ സബ്സെറ്റ് ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ സബ്സെറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഫോർ ഈച്ച് സബ്സെറ്റ്, അതിൻ്റെ ഓരോ സബ്സെറ്റും എടുത്തിട്ട് ഔട്ട്പുട്ട് ദ റൂൾ ആസ് എസ് ടെൻ ടു 1 - s. അതായത് നമുക്ക് എൽ എന്ന് പറഞ്ഞൊരു സെറ്റ് കാണും, അതിൻ്റെ സബ്സെറ്റുകൾ കണ്ടുപിടിക്കണം. ദെൻ ഓരോ സബ്സെറ്റ് ഈക്വൽ ടു ടെൻസ് ടു 1 - s എന്ന് പറഞ്ഞ് എഴുതണം. അങ്ങനെ റൂൾ കണ്ടുപിടിക്കും. ദെൻ ആ ഓരോ റൂളിൻ്റെയും സപ്പോർട്ട് കൗണ്ട് ഓഫ് എൽ ബൈ സപ്പോർട്ട് കൗണ്ട് ഓഫ് എസ്, അതായത് അവിടുത്തെ കോൺഫിഡൻസ് കണ്ടുപിടിക്കും. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു റൂൾ എന്ന് പറയുന്നത് നമ്മൾ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സപ്പോർട്ടും കണ്ടുപിടിക്കണം, കോൺഫിഡൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ബേസിസിലായിരുന്നു നമ്മൾ ഐറ്റം സെറ്റ്, ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് ഇതുവരെ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ കോൺഫിഡൻസും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ സ്ട്രോങ് ആണോ എന്നുള്ളത് പറയത്തുള്ളൂ. അപ്പോൾ കോൺഫിഡൻസ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? കോൺഫിഡൻസ് എന്ന് പറയുന്നത് എത്ര ഐറ്റംസിൽ എ ഉണ്ട്, അതിൽ എത്ര ഐറ്റംസിൽ ബി ഉണ്ട്, അല്ലേ? അതിൻ്റെ ബേസിസിലായിരുന്നു കോൺഫിഡൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോൺഫിഡൻസ് കൂടെ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഈ തിയറി നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്കൊരു ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് എല്ല് കാണും, അതിൻ്റെ സബ്സെറ്റ് കണ്ടുപിടിക്കണം. സബ്സെറ്റ് കണ്ടുപിടിച്ചിട്ട് ആ സബ്സെറ്റ് എസ്സിനെ നമ്മൾ എസ് ടെൻസ് ടു 1 - s എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൻ്റെ കോൺഫിഡൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് എല്ലാത്തിൻ്റെയും കോൺഫിഡൻസ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ത്രെഷോൾഡ് കോൺഫിഡൻസ് വാല്യൂ കാണും, അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെല്ലാം നമ്മൾ സ്ട്രോങ് റൂളായിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം കോൺഫിഡൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസൊക്കെയാണ് താഴോട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കിക്കേ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾക്ക് തന്നേക്കുന്ന ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് I1 I2 I5. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനകത്ത് ലാസ്റ്റ് നമുക്ക് 3 ഐറ്റംസ് വെച്ചിട്ടുള്ള രണ്ട് സെറ്റുകളാണ് കിട്ടിയത്. L3യിൽ 3 ഐറ്റംസ് വെച്ചിട്ടുള്ള 2 സെറ്റ് കിട്ടി. അതിൽ ഒരു സെറ്റാണ് ഈ എടുത്തേക്കുന്നത്, I1 I2 I5. ഇതാണ് നമ്മുടെ L. ഇതിൻ്റെ സബ്സെറ്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ആ ക്വസ്റ്റ്യൻ നോക്കി. ദ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് I1 I2 ആൻഡ് I5 ആർ I1 I2 വരും, I1 I5 വരും, ദെൻ I2 I5 വരും, I1 വരും, I2 വരും, I5 വരും. ഇത്രയും സബ്സെറ്റ് വരും. ഇനി ആ സബ്സെറ്റിനെ നമ്മൾ S ടെൻസ് ടു S1 - s S ടെൻസ് ടു 1 - s അല്ല, സോറി പറഞ്ഞ് തെറ്റിപ്പോയി. S ടെൻസ് ടു L - s എന്ന് എഴുതണം. അതായത് നമുക്കൊരു സബ്സെറ്റ് ടെൻസ് ടു ആ സബ്സെറ്റിലില്ലാത്തതും എല്ലിലുള്ളതും. അതായത് ഇതൊരു സബ്സെറ്റ് I1 I2, അതൊരു സബ്സെറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഫോമിൽ എഴുതണ്ടേ? S ടെൻസ് ടു L - s. അപ്പോൾ എസ്സിൽ I1 I2 ഉണ്ട്. ഇനി L - s എന്ന് പറഞ്ഞാൽ എന്താ? L - s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൽ നിന്ന് എസ്സിനെ റിമൂവ് ചെയ്യാം. ഈ എല്ലിൽ നിന്ന് എസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത I1 I2 റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി എന്തുണ്ട്? I5 ഉണ്ട്. സോ ടെൻസ് ടു I5 എന്ന് പറഞ്ഞ് എഴുതും. മനസ്സിലാവും? ഒന്നും കൂടെ പറയാം. L എന്ന് പറയുന്നത് I1 I2 I5. നമ്മളിപ്പോൾ ഒരു സബ്സെറ്റ് S ഈക്വൽ ടു I1 I2 എടുത്തു കഴിഞ്ഞാൽ റൂൾ എഴുതുന്നത് S ടെൻസ് ടു L - s എന്നാണ്. സോ I1 I2 ടെൻസ് ടു, അപ്പോൾ ഇവിടെ എന്ത് നോക്കിയാൽ മതി? എസ്സിലില്ലാത്തതും നമ്മുടെ എല്ലിലുള്ള ആളെ നോക്കിയാൽ മതി. അതാണ് L - s. എല്ലിൽ നിന്ന് S മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് I5. ഇതൊരു റൂള്. ഇനി അടുത്തൊരു റൂൾ നമ്മൾ എടുക്കുക. I1 I5 അടുത്ത സബ്സെറ്റ് എടുത്തു. I1 I5 എന്ന് പറയുമ്പോഴത്തേക്ക് I1 I5 ഇല്ലാത്ത എല്ലിലുള്ള ആരാ? I2. അതാണ് രണ്ടാമത്തെ, അതാണ് എഴുതിയേക്കുന്നത്.
അതാ ഓരോ 6 എണ്ണം ഇരിക്കുന്നത്. I1 I2 ടെൻസ് ടു I5, I1 I5 അതിലില്ലാത്ത ടെൻസ് ടു I2, I2 I5 ടെൻസ് ടു I1. ഇനി I1 എടുക്കുമ്പോൾ I1ൽ എല്ലിൽ I1 എടുക്കുമ്പോൾ I1 എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുക്കുവാണെങ്കിൽ I1 എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുക്കുവാണെങ്കിൽ S ടെൻസ് ടു L മൈനസ് S എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? I1 ടെൻസ് ടു എല്ലിൽ നിന്ന് I1 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി I2 I5. ഓക്കെ, പിന്നെ I2 ടെൻസ് ടു I1 I5, I5 ടെൻസ് ടു I1 I2. അപ്പോൾ ആ സബ്സെറ്റിൽ നിന്നെല്ലാം നമ്മൾ എസ് ടെൻസ് ടു എൽ മൈനസ് എസ് എന്ന് പറഞ്ഞാൽ റൂളിൻ്റെ ഫോമിൽ എഴുതി. ഇനി ഇതിൻ്റെ എല്ലാം കോൺഫറൻസ് കണ്ടുപിടിക്കണം. കോൺഫറൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് കൗണ്ട് ഓഫ് എൽ ബൈ സപ്പോർട്ട് കൗണ്ട് ഓഫ് എസ്. അതായത് എസ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് എത്ര തവണ നമ്മുടെ ആ ഡേറ്റാ ബേസിലുണ്ട് അതും നോക്കണം. അതിൽ എല്ലും എത്ര തവണ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എടുത്തത് ഈ റൂളാണ്. അപ്പോൾ അതിൻ്റെ കോൺഫറൻസ് എന്ന് പറയുന്നത് സപ്പോർട്ട് കൗണ്ട് ഓഫ് എൽ. ഇവിടുത്തെ എൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ I1 I2 I5 ഡിവൈഡഡ് ബൈ സപ്പോർട്ട് കൗണ്ട് ഓഫ് എസ്. ഇവിടുത്തെ എസ് എന്ന് പറഞ്ഞാൽ I1 I2. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് I1 I2 എത്ര തവണയുണ്ട്, I1 I2 I5 എത്ര തവണയുണ്ട്, അതാണ്. നിങ്ങൾ ആ ഡേറ്റാ ബേസ് നോക്കിയേ. I1 I2 I5 എത്ര തവണയുണ്ട്? I1 I2 I5 എന്ന് പറയുന്നത് 2 ടൈംസ് അല്ലേ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ നമ്മുടെ സബ്സെറ്റ് എന്ന് പറയുന്നത് I1 I2 ആണ്. അത് എത്ര തവണയുണ്ട്? 1 2 3 4 ഡിവൈഡഡ് ബൈ 4. മനസ്സിലായോ? I1 I2 I5 ആണ് നമ്മുടെ എല്ല്. നമ്മളെടുത്ത സബ്സെറ്റ് എന്ന് പറയുന്നത് I1 I2 ആണ്. അപ്പം നമ്മളിവിടുത്തെ കോൺഫറൻസ് കണ്ടുപിടിക്കുന്നത് സപ്പോർട്ട് കൗണ്ട് ഓഫ് എൽ. എൽ എന്ന് പറഞ്ഞാൽ സെറ്റിനകത്ത് എത്ര തവണ? 2 ടൈംസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ സപ്പോർട്ട് കൗണ്ട് ഓഫ് എസ്. ആ സബ്സെറ്റ് എത്ര തവണയുണ്ട്? 2 ടൈംസ് ഉണ്ട്. അപ്പോൾ ആ 4/2 എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺഫറൻസ്. ഇതേപോലെ എല്ലാത്തിൻ്റെയും കോൺഫറൻസ് കണ്ടുപിടിക്കണം. അതിന് പെർസെൻറ്റേജ് ഫോമിൽ എഴുതി. നമ്മുടെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 70% ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ 70% സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെയുണ്ട്? ഇതുണ്ട്. അപ്പോൾ ആ 3 എണ്ണമായിരിക്കും നമ്മുടെ സ്ട്രോങ് അസോസിയേഷൻ റൂളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് I1 I5 വാങ്ങിക്കുവാണെങ്കിൽ I2 വാങ്ങിക്കും, I2 I5 വാങ്ങിക്കുവാണെങ്കിൽ I1 വാങ്ങിക്കും, ദെൻ I5 വാങ്ങിക്കുമ്പോൾ I1 I2 വാങ്ങിക്കും. അതാണ് നമ്മുടെ റൂളായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എപ്രയോറി അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 4 to 5 ക്ലാസ്സസ് എങ്കിലും വരും. സോ വീഡിയോ അത്രയും ലെങ്തിയാണ്. എനിക്ക് 2 way കമ്മ്യൂണിക്കേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 way കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അൽഗോരിതം കൂടി ഇനി ഉണ്ട്. അതായത് ആ അൽഗോരിതം നമുക്ക് ഇതെല്ലാം ഞാൻ ആ പ്രോബ്ലം പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ അൽഗോരിതവും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, thank you.